ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ സ്കാൽപ്പർ ബോട്ടിൻ്റെ ADX വെർഷൻ എങ്ങനെയാണ് ലൈവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ബോട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ഫയൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇത് ലൈവ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത ഫയൽ എങ്ങനെ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ റെഫറൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്കും അതുപോലെ തന്നെ ഇനി പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ റെഫറൽ ഓപ്പൺ ചെയ്ത് വെക്കും. മുമ്പ് XNSൻ്റെ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ പാർട്ട്ണറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ബോട്ടുകളെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് എൻ്റെ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഞാൻ ETHലാണ് ഇട്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നു. അത് ഏകദേശം $500 ഇട്ടിരുന്നത് ഇപ്പോൾ 638 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 650 മുകളിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഇന്നലെ സൺഡേ അതുപോലെ സാറ്റർഡേ ഞാൻ ഓഫ് ആക്കിയിരുന്നില്ല. അത് ഫുൾ ടൈം ഓൺ എന്ന രീതിയിൽ തന്നെ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിൽ ഒരുപാട് സൺഡേയിലാണെങ്കിൽ തീരെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. കുറഞ്ഞ വോളിയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ SL അടിക്കാനൊക്കെ സാധ്യത കൂടുതലായിരിക്കും. എന്നാലും ഞാൻ നോക്കിയിരുന്നു, കുഴപ്പമില്ല. അത്യാവശ്യം ഇതിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ട്രേഡ് 4 സെൽ ട്രേഡാണ്. ഇപ്പോൾ സെല്ലിങ്ങിലാണ് ട്രെൻഡ് ഉള്ളത്. അതുകൊണ്ട് സെൽ ട്രേഡ് എടുത്തിരിക്കുന്ന $5 പ്രോഫിറ്റ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് SL അടിക്കും, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഈ ബോട്ട് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണിത് ട്രേഡ് എടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണിത് ലൈവ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണിത് നിങ്ങൾ ഇപ്പോൾ 2-3 സ്ക്രിപ്റ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ എങ്ങനെയാണിത് ആക്റ്റീവ് ആക്കാൻ പറ്റുക എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സെൻഡ് അക്കൗണ്ടിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ബോട്ട് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ USD അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇതിൽ SL ഒക്കെ കുറച്ച് വലിയ XL, കാരണം നമ്മൾ ചാർട്ട് ഇതിൻ്റെ ഈ ADXൻ്റെ ചാർട്ട് ഉപയോഗിക്കുന്നത് 4 hour 1 hour എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ SL ഒക്കെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സെൻഡ് അക്കൗണ്ടിൽ ട്രൈ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് നല്ല റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രം USD അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൽ എന്താ പറയുക, ഇത് ഓണാക്കി ചെയ്തിട്ട് എല്ലാതും പ്രോഫിറ്റ് കിട്ടും എന്നൊന്നും പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ADX ഉപയോഗിച്ച് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബൈ മാത്രം എടുക്കും. ബൈ ട്രെൻഡ് ആണെങ്കിൽ ബൈ മാത്രം, സെൽ ട്രെൻഡ് ആണെങ്കിൽ സെല്ല് മാത്രം എടുക്കുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഞാനിപ്പോൾ ടെലഗ്രാമിൽ എൻ്റെ റെഫറൽ അക്കൗണ്ട് എടുത്ത ആളുകൾ, എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾക്ക് ഞാൻ എൻ്റെ ടെലഗ്രാം അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചവർക്ക് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഫയൽ A to Z സ്കാൽപ്പർ ADX ലൈവ് അക്കൗണ്ട് ഫയൽ അവർക്ക് അയച്ചു കൊടുക്കും. അത് നിങ്ങൾ സേവ് കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ആസ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഡൗൺലോഡ് കൊടുത്ത ശേഷം ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം ഡൗൺലോഡ്സ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ MT5 ഓൺ ചെയ്യുക. MT5 ഓൺ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ആദ്യം വന്നിട്ട് നമുക്ക് ഏതെല്ലാം സ്ക്രിപ്റ്റിലാണ് ചെയ്യേണ്ടത് നോക്കിക്കുക. ആ സ്ക്രിപ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്തത് ഫയലിൽ പോവുക. ഈ MT5 മൊബൈൽ ആപ്ലിക്കേഷൻ നടക്കില്ല, വെറും നമുക്ക് PC മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് PC ചെയ്യാണ് വേണ്ടത്. PC ഇല്ലാത്തവർ ഈ ഒരു കമ്പ്യൂട്ടറിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. മൊബൈലിൽ ഈ ഒരു ബോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പൺ ഡാറ്റ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എടുക്കുക. അത് നിങ്ങൾക്ക് MQL5 എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുക. അതുപോലെ തന്നെ അതിൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ഭാഗത്താണ് നിങ്ങൾ പോകേണ്ടത്. എക്സ്പേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ആ കോപ്പി ചെയ്ത ആ ഒരു ലൈവ് ഫയൽ ഉണ്ടല്ലോ, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അതിനുശേഷം ഇവിടെ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, റിഫ്രഷ് കൊടുക്കുക. എക്സ്പേർട്ട് അഡ്വൈസറിൽ പോയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി ചെയ്ത അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത ആ ഒരു ഫയൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് അക്കൗണ്ട് ഈ ഒരു നിങ്ങൾ തന്നിരിക്കുന്ന അക്കൗണ്ടിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. വേറെ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് എററാണ് കാണിക്കുക.
അതിനുശേഷം നിങ്ങൾ ഈ ഇതിൽ വന്നിരിക്കുന്ന ചാർട്ടുകളെല്ലാം ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ചാർട്ടിലാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഗോൾഡിലാണ് ചെയ്യുന്നതെങ്കിൽ XAUSD എടുക്കുക. അതിന് ശേഷം ചാർട്ട് വിൻഡോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ക്രിപ്റ്റാണ് വേണ്ടത് അത് നിങ്ങൾ ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടൈം ഫ്രെയിം 1 മിനിറ്റ് ആക്കാം. 1 മിനിറ്റ് ഇവിടെ ടൈം ഫ്രെയിമിന് പ്രാധാന്യം ഇതിലില്ല, ചാർട്ടിലില്ല. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് വരുന്നത് നമ്മളുടെ A to Z സ്കാൽപ്പർ ബോട്ട് എന്നുള്ളത്. ഇവിടെ ആൽഗോ ട്രേഡിംഗ് ഓൺ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിലേക്ക് വലിച്ചിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് കൊടുക്കാം. രണ്ടാണെങ്കിലും നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം കോമൺ എന്ന ഭാഗത്ത് ആൽഗോ ട്രേഡിംഗ് എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നാലാണ് അവിടെ സെറ്റിങ്സ് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ട്രേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബൈ ഓൺലി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബൈ മാത്രം മതിയെങ്കിൽ ബൈ ഓൺലി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോത്ത് കൊടുക്കുക, രണ്ടും കൂടി കൊടുക്കാം. സ്റ്റാർട്ട് ലോട്ട് എന്നുള്ളത് 0.01 തന്നെ കൊടുക്കുക. ഇനി നിങ്ങൾ സെൻഡ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടാൻ 0.05 ഒക്കെ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 0.01 എന്ന് പറഞ്ഞത് ഞാൻ സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ്. ഇത് സെൻഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. അതിനുശേഷം മാർട്ടിൻഗെയിൽ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം. മാർട്ടിൻഗെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഫിക്സഡ് ഗ്യാപ്പിനനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും പൊസിഷൻസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഓണായി കൊടുത്താലാണ് ഒന്നും കൂടി ഈ ഒരു ബോട്ടിൻ്റെ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുള്ളൂ. ലോട്ട് മൾട്ടിപ്ലെയർ എപ്പോഴും നമ്മൾ ഇത് 0. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഗ്രിഡും വരുന്നത് എന്താവും, നമുക്ക് 0.01 ലോട്ട് തന്നെ ആയിരിക്കും. ഇവിടെ 2 കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ × 2 ആയിരിക്കും വരിക. ഫസ്റ്റ് × 2 വന്നു കഴിഞ്ഞാൽ 2 വരും, പിന്നെ 4 വരും, 6 വരും, 8 വരും, അങ്ങനെ ആയിരിക്കും വരും. അപ്പോൾ അത് നമുക്ക് വലിയൊരു താഴേക്ക് വന്നു കഴിഞ്ഞാൽ, നല്ലൊരു ഡോട്ടം വന്നു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് SL വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുക, ഈ 1 തന്നെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ഈ ഒരു ബോട്ടിനെ കുറിച്ചൊരു ചെയ്തിട്ടൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനനുസരിച്ച് ലോട്ട് മൾട്ടിപ്ലയർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രിഡ് ഗ്യാപ്പ് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ XNSൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ 500 എന്ന് പറഞ്ഞാൽ 5 പോയിൻ്റ് ആയിരിക്കും. കാരണം ഇതിന് ഡെസിമിൽ ഒരു 3 എണ്ണം കൂടുതലാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി 2 ഡെസിമിൽ ഉള്ള സ്ക്രിപ്റ്റുകളാണെങ്കിൽ, ഇപ്പോൾ സ്റ്റാർ, അൽപ്പാരി ഒക്കെ ആണെങ്കിൽ ഇവിടെ ഗ്രിഡ് ഗ്യാപ്പ് 50ക്ക് 500ന് പകരം 50 കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഗോൾഡ് ചെയ്യുമ്പോൾ ഗ്രിഡ് ഗ്യാപ്പ് 25 കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ TP ഡിസ്റ്റൻസ് ഒരു 500 കൊടുക്കൽ. 25 എന്ന് പറഞ്ഞാൽ 2500, അതുപോലെ TP ഡിസ്റ്റൻസ് 500. അപ്പോൾ നമുക്ക് TP ഡിസ്റ്റൻസ് 5 പോയിൻ്റ് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ TP അടിച്ചും. ഇനി താഴേക്ക് ഗ്രിഡ് ആണെങ്കിൽ 25 പോയിൻ്റ് താഴേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ആ ഒരു ഗ്രിഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടും. അതിനനുസരിച്ച് ഞാൻ ട്രേഡ് ചെയ്യില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഇതിലൂടെ നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കി എങ്ങനെയാണ്, അതിനനുസരിച്ച് നിങ്ങളായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗ്രിഡ് ഗ്യാപ്പ് 500 കൊടുക്കാം. അപ്പോൾ 5 പോയിൻ്റ് ഗ്യാപ്പിൽ ഓരോ ട്രേഡ് എടുക്കും താഴേക്ക് വരുമ്പോൾ. ഇനി മുകളിലേക്ക് TP ഡിസ്റ്റൻസ് 300 കൊടുക്കുകയാണെങ്കിൽ 3 പോയിൻ്റ് മുകളിലേക്ക് പോകുമ്പോൾ ക്ലോസ് ചെയ്യും. ഉടൻ തന്നെ പുതിയ ഇത് ഓപ്പൺ ചെയ്യും. പിന്നീടും 3 പോയിൻ്റ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ട്രേഡുകൾ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ട്രേഡ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കൊടുക്കേണ്ടത്, ട്രേഡ് കൊടുക്കാം. അതുപോലെ എത്ര ഗ്രിഡ് ഓർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ 5 കൊടുത്താൽ 5 എണ്ണം ആയിരിക്കും താഴേക്ക് വരിക. ഇനി 10 എണ്ണം കൊടുത്താൽ 10 എണ്ണം ഗ്യാപ്പുകൾ ഇട്ടിട്ട് താഴേക്ക് വരും. ഓക്കെ, പിന്നെ ഇവിടെ SLൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബാസ്ക്കറ്റ് SL ഉണ്ട്. ബാസ്ക്കറ്റ് SL എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ പൊസിഷൻ 20 നമ്മുടെ ഇക്വിറ്റിൻ്റെ ഇപ്പം $100 ആണെങ്കിൽ 20% 20 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് SL പ്ലേസ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവിസിബിൾ ആൻഡ് വിസിബിൾ SL ഉണ്ട്. ഇൻവിസിബിളും വിസിബിളും ഇവിടെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലോസ്, അതുപോലെ സെൽ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ബൈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ബൈൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇപ്പോൾ പ്രൈസാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗോൾഡ് 4200 4100 നമുക്ക് SL അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4100 എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലാതെ പോയിൻ്റ് അല്ലെങ്കിൽ പ്രൈസ് മറ്റേ നമ്മുടെ പിപ്പല്ല കൊടുക്കേണ്ടത്. അതുപോലെ സെൽ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ കൊടുക്കേണ്ടത്. അത് ഈ ബാസ്ക്കറ്റ് SL മാറ്റിയിട്ട് നമ്മൾ ഇൻവിസിബിൾ വിസിബിൾ ആക്കണം. വിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SL നമുക്കവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ SL കാണാൻ പറ്റില്ല, പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ SL അടിക്കും. അതാണ് ഓപ്ഷൻ. ഓക്കെ, പിന്നെ ADX ഫിൽറ്റർ നിങ്ങൾക്ക് ഓണാക്കി കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ ബൈയും സെല്ലും ഒരുമിച്ചെടുക്കും. ADX ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ട്രെൻഡിനനുസരിച്ചായിരിക്കും ട്രേഡ് എടുക്കുക. പിന്നെ ടൈം ഫ്രെയിം ADXൻ്റെ 4 hour ഗോൾഡിലൊക്കെ ചെയ്യുമ്പോൾ 4 hour നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ SL ഒക്കെ വലുതായിരിക്കും. നിങ്ങൾക്ക് അത് കുറച്ചിട്ട് 1 hourലേക്ക് മാറ്റി കൊടുത്താലും അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇത് വരിക, ട്രെൻഡ് വരിക.
അപ്പോൾ 4 അവർ കൊടുത്തു കഴിഞ്ഞാൽ 4 അവർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 അവറിൻ്റെ ADX നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. 4 അവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഗോൾഡ് ഏകദേശം 5,300 അപ്പോൾ നമുക്ക് നമ്മൾ ബോട്ട് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 5,300 ഫുൾ 5,300 മുതൽ ഇതുവരെ അപ് ട്രെൻഡിലേക്ക് ഗ്രീൻ മുകളിലേക്ക് വന്നിട്ടില്ല. അതുവരെ നമുക്ക് സെൽ തന്നെ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഗ്രീൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രീന് ഒരു 4,500 ഗ്രീൻ സ്റ്റാർട്ട് ചെയ്താണ്. അത് എൻഡ് ആവുന്നത് 5,400 വരെയാണ്. അപ്പോൾ അതുവരെ ബൈ ട്രേഡ് മാത്രമേ എടുക്കുള്ളൂ. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് ഇത് വർക്ക് ചെയ്യുക. അങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 4 അവർ ഇപ്പോൾ 1 അവർ ആണെങ്കിൽ 1 അവർ എടുക്കുകയാണെങ്കിൽ 1 അവർ നമുക്കറിയാം ഒരുപാട് ഡൗൺ ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ നമ്മുടെ ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ SL അടിക്കും. SL എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ അതെന്താവും, നമ്മുടെ ഇത് ക്ലോസ് ആയിട്ടായിരിക്കും പോവാം. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് 4 അവർ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കറൻസിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1 അവറൊക്കെ കൊടുത്താലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ADX പീരിയഡ് നിങ്ങൾക്ക് 14 ആണ്. പിന്നെ മിനിമം ലെവൽ നിങ്ങൾക്ക് 10 ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ട്രെൻഡിൽ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നല്ല വോളിയം വരുമ്പോൾ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുണ്ടെങ്കിൽ ഇത് മിനിമം 20 കൊടുക്കുക. 20 കൊടുത്തു കഴിഞ്ഞാൽ 20 വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നെ ട്രേഡ് എടുക്കുക. ഓക്കെ, ആ രീതിക്ക്. പിന്നെ ഇവിടെ ക്ലോസ് ട്രേഡ് ഡെയിലി ഡ്രോഡൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഇപ്പോൾ ഒരു $500 കയ്യിലുണ്ട് എൻ്റെ ഇക്വിറ്റി. അതിലൊരു 10% $50 വന്നു കഴിഞ്ഞാൽ ലോസ് വന്നു കഴിഞ്ഞാൽ അന്ന് പിന്നെ ട്രേഡ് വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇത് ട്രൂ ആയി കൊടുക്കാം. അതിനുശേഷം ഇവിടെ 50 കൊടുക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡെയിലി പ്രോഫിറ്റ് നിങ്ങൾക്ക് $50 ഇപ്പോൾ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് വേണ്ട എന്നുണ്ടെങ്കിൽ $15 $10 പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ട്രേഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആയി കൊടുക്കുക. ഇവിടെ എത്ര ഡോളറാണ് വേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചാർട്ട് ഇത് ടൈം ലിമിറ്റേഷൻ. ഇപ്പോൾ ന്യൂയോർക്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂയോർക്കിന് ടൈം കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ലണ്ടനിൽ മാത്രമെങ്കിൽ അതിൻ്റെ ടൈം കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സമയത്താണ് വേണ്ടത് ആ സമയം നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ഫോൾസിലെടുത്ത് ട്രൂ കൊടുത്ത ശേഷം ട്രൂ കൊടുത്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രേഡ് എടുക്കുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ 0.01 ആണ്. അപ്പോൾ ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ കൊടുക്കണം വേണ്ടോ. ഓക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ട്രേഡ് എടുത്തു. അതുപോലെ തന്നെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 പോയിൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ 3 പോയിൻ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് സെല്ലാവും. ഇനി 5 പോയിൻ്റ് ആകുമ്പോൾ അടുത്ത ഇത് ആക്റ്റീവ് ആവും. ആ രീതിയിലാണ് 5 പോയിൻ്റ് ആകുമ്പോൾ അടുത്ത എൻട്രി ആക്റ്റീവ് ആവും. ഇപ്പോൾ ഭയങ്കര വോൾട്ടൈലാണ് നമ്മളെ ഗോൾഡ്. 4,125 ഇപ്പോൾ 4,200 ആണോ. അത് ഒന്ന് ക്ലോസ് ചെയ്തു, ഇത് ക്ലോസ് ആയി, $3 പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ആ രീതിയിലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലോസ് ആയി പ്രോഫിറ്റിൽ 7.68 ആയി. മൂന്നാമത്തെ 4 ട്രേഡ് എടുത്ത് ഈ ഒരു ഒറ്റ മിനിറ്റ് ആയിട്ടില്ല, അത് $10 ആയി. അപ്പോൾ 5 ട്രേഡ് എടുത്ത് $13 ആയി. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഇത് നല്ല ട്രെൻഡിൽ നല്ല ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടാണ്. വേണ്ട $15 ആയി. നമ്മൾ 7 ട്രേഡപ്പ് എടുത്തത്. അതുപോലെ 8 ട്രേഡ് എടുത്ത് 18. അപ്പോൾ അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഗ്രിഡ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുമായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്കാവുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇനിയിപ്പോൾ $18 ആയി. എനിക്കത് മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇത് ഇനിയിപ്പോൾ എക്സ്ട്രാ ഒരു ഗ്രിഡ് മുകളിലേക്ക് ബാക്കിലേക്ക് വന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ആഡ് ആവുന്നത്. ഉണ്ടോ രണ്ടാമത്തെ ട്രേഡ് 2 ട്രേഡ്. ഇപ്പോൾ ഒരു ട്രേഡ് താഴേക്ക് നമുക്ക് 5 പോയിൻ്റ് ഗ്യാപ്പ് വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു, പുതിയൊരു എൻട്രി അവിടെ എടുത്ത്. അപ്പോൾ ആ രീതിയിലേക്കും വരും. അപ്പോൾ സെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് റിസ്ക് കുറച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 ഇതിൽ ആണോ. അപ്പോൾ മറ്റേത് ക്ലോസ് ആയി. ഇനിയിപ്പോൾ ഒരു ഫസ്റ്റ് എടുത്തത് ക്ലോസ് ആയി, ലാസ്റ്റ് എടുത്ത് ക്ലോസ് ആയി. ഇനി ഫസ്റ്റ് എടുത്ത് ഒന്നും കൂടി ഉണ്ട്. ഇനി വീണ്ടും 5 പോയിൻ്റ് ഗ്യാപ്പ് വരുമ്പോൾ അവിടെ വീണ്ടും ട്രേഡ് എടുക്കും. ആ രീതിയിലാണ് വരും. ഇപ്പോൾ നമുക്ക് 10 ട്രേഡ് ഒരു ദിവസം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 10 ട്രേഡിന് ശേഷം പിന്നെ ട്രേഡ് എടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് റിസ്ക് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇനി ഇത് നമുക്ക് വേറൊരു സ്ക്രിപ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇപ്പോൾ വോൾട്ടേൽ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ക്ലോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്
നമ്മുടെ ഇതോ ഇനിയിപ്പോൾ ഇത് ക്ലോസ് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആൽഗോ ട്രേഡ് ജസ്റ്റ് ഓഫ് ആക്കിയാൽ മതി, പിന്നെ ട്രേഡ് എടുക്കില്ല. ഇവിടെ ഈ ഒരു ഇതിൽ ഓഫായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ എത്രയായി, ഒരു 12 ട്രേഡ് എടുത്തു, ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലേ, 2-3 മിനിറ്റ് കൊണ്ട്, 2 മിനിറ്റ് ഉള്ളൂ ആയിട്ടില്ല, $37 ഇതിൽ പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഈ രീതിയിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ADX ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് 4 ഹവറിൻ്റെ കൊടുത്തിരിക്കുന്നത്, 4 ഹവറിൽ എപ്പോഴും എന്താണ് ഡൗൺ ട്രെൻഡ് ആണ്. ഞാൻ പറഞ്ഞില്ല 5,300 തുടങ്ങിയ ഡൗൺ ട്രെൻഡ് 4,100 അത്രയും പോയിന്റ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് അപ്പ് ട്രെൻഡ് ആകുമ്പോൾ അവിടെ SL അടിക്കും ചെയ്യും. അങ്ങനെ രീതിയിലാണ് വർക്ക് ചെയ്യുക. പിന്നെ ഇനി നമുക്ക് വീണ്ടും ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൽഗോ ട്രേഡിംഗ് ഓൺ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്ക്രിപ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ETHയിലേക്കോ അല്ലെങ്കിൽ GBPയിലേക്കോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇവിടെ ഈ അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ GBPയുടെ 1, അതിനുശേഷം GBPയിലേക്കും ഇതുപോലെ തന്നെ ഈ ഒരു ഇത് വലിച്ചിടുക. എപ്പോഴും നോക്കുക അവിടെ ആൽഗോ ട്രേഡിംഗ് ഓൺ ആയിരിക്കണം, അതുപോലെ തന്നെ ഇവിടെയും ഓൺ ആയിരിക്കണം. അവിടെ നമ്മൾ ഗോൾഡിലേക്ക് ഓഫാക്കി വെച്ചാണ്. ഇനി നിങ്ങൾക്ക് ഗോൾഡിൻ്റെ മാത്രം ഓഫാക്കി വെച്ചിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ കോമണിൽ പോവുക, ആൽഗോ ട്രേഡിംഗ് ഓഫാക്കി കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കില്ല. കാരണം ഇവിടെ എന്താണ്, ഈ ഒരു ഗോൾഡിൻ്റെ മാത്രം നമ്മൾ ഓഫാക്കി വെച്ചതാണ്, ഇത് ഓണാക്കി കൊടുത്താൽ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. ഇത് നമുക്ക് GBPയിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GBPയിൽ നമ്മൾ ടൈം ഫ്രെയിം 1 മിനിറ്റ് 1 hour 1 ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും. ടൈം ഫ്രെയിം ഇതിന് വലിയ പ്രാധാന്യമില്ല, കാരണം ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നെക്സ്റ്റ് എടുക്കും. ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ഡബിൾ ക്ലിക്ക് കൊടുക്കാം. ഈ ചാർട്ട് സെലക്ട് ചെയ്ത ശേഷം ഇതിലേക്ക് വലിച്ചിടാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് പോവുക, ഇൻപുട്ട് ശേഷം ബൈ ആൻഡ് സെല്ല് കൊടുക്കാം, ബോത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെയിം സെറ്റിങ്സ് തന്നെ. ഇവിടെ ഗ്രിഡ് ഗ്യാപ്പ്, അതുപോലെ തന്നെ മാക്സിമം ഇവിടെ TP ഡിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഇതാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ XNS ആവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രിഡ് ഗ്യാപ്പ് ഞാനൊരു 100, അതുപോലെ തന്നെ TP ഡിസ്റ്റൻസ് ഒരു 50 കൊടുത്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതൊക്കെ സെയിം തന്നെയാണ്. IDX ഫിൽറ്റർ ഒരു 1 ഹവറിൻ്റെ മതി. കൊടുത്ത ശേഷം ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോമണിൽ ആൽഗോ ട്രേഡിംഗ് ഓണാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മാജിക് നമ്പർ മാറ്റി കൊടുക്കുക. നമ്മൾ രണ്ടാമത്തെ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മാജിക് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ട്രേഡ് എടുത്ത് നോക്കുക എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. TP 32,921, 32,421. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 50 അല്ല കൊടുക്കേണ്ട. 50 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിപ്പുകൾ എത്രയാണ്, 921ഉം 421ഉം, ഏകദേശം 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ TP ഡിസ്റ്റൻസ് 5 മതി. ഞാൻ 5 പിപ്പിൻ്റെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും മാറ്റി കൊടുക്കുക. ഗ്രിഡ് ഗ്യാപ്പ് എത്രയാണ്, 10 കൊടുക്കുക. ഓക്കെ, ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യണം. അതിന് ശേഷം രണ്ടാമതെടുത്തു ആണോ. ഇതാണ് ഒരു 5 പിപ്പ് കൂടുമ്പോൾ ടാർഗറ്റ് അടിക്കും. 10 പിപ്പിൽ താഴേക്ക് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 956 937 നമ്മൾ സെല്ലെടുത്തു. അപ്പോൾ 950, 45, 939 ആ രീതിയിലായിരിക്കും വരിക. കറൻസിയിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇനി മൂന്നാമത്തെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്രൂഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതേറിയത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എതേറിയത്തിൻ്റെ ചാർട്ട് ഓണാക്കിയിടുക. നെക്സ്റ്റ് ഇത് നമ്മൾ ഇവിടെ അലൈൻമെൻറ്റ് കൊടുക്കുക. അതിനുശേഷം എതേറിയത്തിൻ്റെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇത് വലിച്ചിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ചെയ്ത പോലെ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഇൻപുട്ടിൽ പോയിട്ട് ഈ മാജിക് നമ്പർ മാത്രം മാറ്റി കൊടുക്കുക. 4 കൊടുത്തത് 5, നേരത്തെ 4 കൊടുത്ത് 5 കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് നോക്കുക എത്ര പോയിൻ്റ് ഗ്യാപ്പാണ് വേണ്ടത്. അവിടെ നമ്മൾ ഈ ഗ്രിഡ് ഗ്യാപ്പിലും അതുപോലെ TP ഡിസ്റ്റൻസിലും അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുമാത്രം നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇനി ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഒഴിവാക്കാം, റിമൂവ് കൊടുക്കാം. അപ്പോൾ അത് റിമൂവായി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓഫാക്കിയിടാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിംഗിളായിട്ട് ഇവിടെ ഓഫാക്കിയിടാം. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഓഫാക്കുമ്പോൾ അത് ഓഫാവുന്നതാണ്.
അല്ല നിങ്ങൾക്ക് വി പി എസ് സെർവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്ത് നിങ്ങളെ വി പി എസ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാതെ ജസ്റ്റ് മിനിമൈസ് ചെയ്ത് കണ്ട് ഓഫായി കഴിഞ്ഞാലും വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേക്ക് നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലേക്ക് ഇത് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അതുപോലെ റെഫറൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. മറ്റൊരു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.